ഹലോ മക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? ഇതിലേതാണ് വലിയ നമ്പർ? 918, 189, 981, 891. ഫസ്റ്റ് ഇതെല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. ആദ്യം അത് നോക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ ഏതാണ്? 1 ഉണ്ട്, 9 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ 9 കൊണ്ട് തുടങ്ങണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ ടെൻസ് പ്ലേസിലുള്ള നമ്പർ ഏറ്റവും വലുത് ഏതാ വരുന്നത് നോക്കണം. 918 ആണോ 981 ആണോ? ഏതാ വലുത്? യെസ്, 981. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. 981 ആണ് ലാർജസ്റ്റ് നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഞ്ചൻ ബോട്ട് സം പാക്കറ്റ്സ് ഓഫ് ടോഫീസ്. ഗുഞ്ചൻ കുറച്ച് ടോഫീസ് വാങ്ങി. ഈച്ച് പാക്കറ്റ് ഹാഡ് 2 ടോഫീസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ ബിലോ. ഓരോ പാക്കറ്റിൽ ഇങ്ങനത്തെ 2 ടോഫീസ് ഉണ്ട്. ഷീ ഹാസ് ടോട്ടൽ ഓഫ് 10 ടോഫീസ്. അവൾക്ക് 10 ടോഫീസ് അവളെ കയ്യിലുണ്ടെങ്കിൽ ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് ടോഫീസ് ഡിഡ് ഷീ ബൈ? അങ്ങനെയെങ്കിൽ അവൾ എത്ര പാക്കറ്റ് ടോഫീസ് വാങ്ങി? 10 എണ്ണമാണ്, 1ൽ 2, അപ്പോൾ 4, 5 എണ്ണ നോക്കിയേ. 10 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 2 എഴുതാം. 2, 4, 6, 8, 10. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം വാങ്ങി? 5 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് ദ പെൻ ഷോൺ ബിലോ ഈസ്. ഈ പെന്നിൻ്റെ ലെങ്ത് എത്രയാണ്? അതെ, ഇവിടെ 0 ആണോ എന്ന് നോക്കുക സ്റ്റാർട്ടിങ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളതാണ് അതിൻ്റെ ലെങ്ത്. എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. യെസ്, ഓപ്ഷൻ നമ്പർ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീല ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെൻ ടു ദ സൂ. ഷീലയും അവളുടെ ഫ്രണ്ട്സ് സൂവിൽ പോയി. ഈച്ച് ഓഫ് ദം ഹാഡ് ടു പേ ₹5 ടു എൻ്റർ ദ സൂ. എല്ലാവരും 5 രൂപ കൊടുത്തിട്ട് വേണം സൂവിൽ കയറാൻ. എൻട്രി ഫീസ് ₹5 ഫോർ ഈച്ച് പേഴ്സൺ. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ദേ പെയ്ഡ് ₹40 ഇൻ ഓൾ. അവർ 40 രൂപ കൊടുത്തു. അങ്ങനെയെങ്കിൽ പിന്നെ എത്ര ആൾക്കാർ, ഹൗ മെനി പീപ്പിൾ വെൻ ടു ദ സൂ? എത്ര ആൾക്കാർ സൂവിൽ പോയി? നമുക്ക് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ 40 വരുമ്പോഴെങ്കിൽ എത്ര വേണം? 8 × 5 ആണ് 40 അല്ലേ. സോ ആൻസർ എത്രയാ? ഓപ്ഷൻ നമ്പർ സി, 8 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്ത ബോട്ട് എ റിബൺ ആസ് ഷോൺ ഹിയർ. എക്ത ഒരു റിബൺ വാങ്ങിയതുപോലത്തെ. ദ റിബൺ ഈസ് എറൗണ്ട്. റിബണിൻ്റെ ലെങ്ത്ത് ഏകദേശം എത്ര ഉണ്ടാവും? ഇവിടുന്ന് ഇവിടത്തേക്ക് 30 സെൻറ്റിമീറ്റർ. അങ്ങനത്തെ എത്ര ലൈൻസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 90 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ അല്ലേ. ഏതാണ്ടെന്നാണ് ചോദിച്ചത്. എറൗണ്ട് നല്ല റൗണ്ട് ചെയ്തിട്ട് ഏകദേശം ഒരു കണക്ക് പറയാനാണ് പറഞ്ഞപ്പോൾ ഓപ്ഷൻ നമ്പർ സി, 90 സെൻറ്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രൂട്ട്സ് ഡു വി ജനറലി വാഷ് ബിഫോർ ഈറ്റിംഗ്? ഇതിൽ സാധാരണ നമ്മൾ കഴുകി കഴിക്കുന്ന ഫ്രൂട്ട് ഏതാ? കസ്റ്റേർഡ് ആപ്പിൾ കഴുകിയില്ലെങ്കിൽ കുഴപ്പമില്ല, ബനാന കഴുകിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഓറഞ്ച് കഴുകിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഗ്രേപ്സ് കഴുകണം. എന്തുകൊണ്ട്? ഇതൊക്കെ നമ്മൾ കവർ കളഞ്ഞിട്ടാണ് കഴിക്കാറ്. ഗ്രേപ്സ് നമ്മൾ ഡയറക്റ്റ് കഴിക്കും. സോ ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, സിമോണി wanted to find out if thicker candles burn for longer time than thinner ones. Which pair of candles should she use to find out this? ഇത് തടിച്ച ക്യാൻഡിലാണോ മെലിഞ്ഞ ക്യാൻഡിലാണോ കൂടുതൽ സമയം കത്തുക എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതിലേത് പെയർ ഉപയോഗിച്ചിട്ട് വേണം പരീക്ഷണം നടത്താൻ, കറക്റ്റ് റിസൾട്ട് കിട്ടാൻ. ഇപ്പോൾ സെയിം ലെങ്ത്തുള്ള ഒരു തിന്നർ ക്യാൻഡിൽ ഒരു തിക്കർ ക്യാൻഡിൽ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഷ്മ ഈസ് സ്റ്റാൻഡിങ് ഇൻ എ റൂം. 4 different light bulbs are fitted in the room as shown in the picture. Bulbs A, C, D are on 3 different walls and bulb B is directly above her on the ceiling. She puts on the bulb at a time and checks the length of her shadow. With which bulb her shadow will be shortest? അപ്പോൾ അഷ്മ എന്ത് ചെയ്തു? ചുമരിലേക്ക് ഓരോ ബൾബ് വെച്ചിട്ട് അവളുടെ ഷാഡോ നോക്കുക, അവളുടെ നിഴൽ എത്രയുണ്ട് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നിഴൽ കിട്ടുക ഏത് ബൾബ് കത്തിച്ചാലാ? ബി അല്ലേ. കാരണം എന്താ? അത് നേരെ തലയുടെ താഴോട്ടേക്കാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് ഷാഡോ കിട്ടുമോ ഇല്ല. ഉച്ചക്ക് നട്ടുച്ചക്ക് നമ്മൾ മുറ്റത്ത് നിന്ന നിഴലുണ്ടാവുമോ? ഇതാ കറക്റ്റ്. യെസ്, ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഹാവ് ബീൻ ഗ്രൂപ്ഡ് ബൈ പ്ലേസിംഗ് ദം ഇൻ ഡിഫറെൻറ്റ് ബാസ്ക്കറ്റ്സ് ആസ് ഷോൺ ബിലോ. ചെടികളുടെ ഭാഗങ്ങളെ ഇങ്ങനെ 5 ഗ്രൂപ്പാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഏതാണ്? വേർ വുഡ് യു പ്ലേസ് ക്യാബേജ്? ക്യാബേജ് ഇതിലെവിടെ വെക്കും? ക്യാബേജ് എന്താ?
ലീവാണ്. അപ്പോൾ ക്യാബേജ് നമ്മൾ ലീവ്സിൻ്റെ ബാസ്ക്കറ്റിലാണ് വെക്കേണ്ടത്. സോ ഓപ്ഷൻ നമ്പർ എ ഈസ് ദ റൈറ്റ് ആൻസർ ഇൻ ദ ലീവ്സ് ബാസ്ക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് സ്പ്രിംഗ്ലർ ബെറ്റർ ദാൻ ഹോസ് പൈപ്പ് ഫോർ വാട്ടറിങ് ഗ്രാസ് ഇൻ ലോൺ? വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ്ലറാണ് പൈപ്പിനേക്കാളും നല്ലതെന്ന് പറയാൻ എന്താ കാരണം? ഇറ്റ് കീപ്സ് ദ ഗ്രാസ് കൂളർ, ഇറ്റ് കീപ്സ് ദ ഗ്രാസ് ക്ലീനർ, ഇറ്റ് മേക്ക് ദ ഗ്രാസ് ലെസ് സ്വെറ്റ്, ഇറ്റ് സ്പ്രെഡ്സ് ദ വാട്ടർ ബെറ്റർ ഓൺ ഗ്രാസ്. ഏതാ കറക്റ്റ്? ഓപ്ഷൻ നമ്പർ ഡി, ഇറ്റ് സ്പ്രെഡ്സ് വാട്ടർ ഓൺ ദ ഗ്രാസ് ബെറ്റർ. അല്ലേ, നന്നായിട്ട് വെള്ളം എല്ലാ ഭാഗത്തും എത്തിക്കും. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.